നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസേട്ടനോടാണ്. കഴിഞ്ഞ 10 വർഷം ഈ കോർപ്പറേഷനും അതുപോലെ തന്നെ സർക്കാരും ഇവിടെ ഗംഭീരമായിട്ട് ഭരിച്ചു. 2018 പ്രളയം ഉണ്ടായി, 19-ലും 20-ലൊക്കെ പ്രളയം ഉണ്ടായി. ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച് തൃശ്ശൂർക്കാരും. ആ ദുരിതം അനുഭവിച്ച് ഇത്രയും കാലമായിട്ടും ഒരു ശാശ്വതമായ പരിഹാരം നിങ്ങളുടെ മുൻ MLAക്കും നിലവിലെ MLAക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ മുൻ MLA ഇപ്പോഴത്തെ ഇന്ന് രാമനവമിയാണ്. രാമനും സീതയും ഹനുമാനൊക്കെ മത്സ്യവും മാംസവും മദ്യവും കഴിച്ചിരുന്ന ആൾക്കാരാണെന്നാണ് അദ്ദേഹം രാത്രി എന്താ പറയുക യാമങ്ങളിലിട്ട് നേരം വെളുത്തപ്പോഴേക്കും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതെന്താണെന്ന് ഇവിടുത്തെ തൃശ്ശൂർക്കാർക്ക് മുഴുവൻ അറിയാം. അതിനെക്കുറിച്ച് പാർട്ടിയുടെ നിലപാട് എന്താ? ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിങ്ങളുടെ ഗുരുവായൂർ ഭക്തപ്രിയ മാസികയിൽ കൃത്യമായിട്ട് ആ വിരുദ്ധത കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കണം. ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 10 വർഷം അഴിമതി നടത്തി മുടിച്ച ഒരു ഭരണമാണ് ഇവിടെ നടന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ദീർഘമായിട്ടൊന്ന് ശ്വസിച്ചാൽ ഇവിടുത്തെ ദുർഗന്ധം കിട്ടും. എൻ്റെ കൂട്ടിരിക്കുന്ന സഹ കൗൺസിലറോട് എൻ്റെ പോയതാകൊണ്ടാണ്. ഒന്ന് എല്ലാവരും ദീർഘമായിട്ടൊന്ന് ശ്വസിക്കൂ. പ്രിൻസേട്ടാ ഒന്ന് ദീർഘമായിട്ട് നോക്ക്, സ്മെല്ലടിക്കണോ നോക്ക്. ഇതാണ് നിങ്ങളുടെ വികസന ഭരണം, ഇതാണോ വേണ്ടത്? നേരത്തെ പറഞ്ഞല്ലോ ടൗൺഷിപ്പ്. ഈ ചെറിയ ടൗൺ കഴിഞ്ഞ 10 വർഷമായിട്ട് വികസിപ്പിക്കാൻ പറ്റാത്ത ആളുകളാണോ ഈ ചൂരൽമറയിൽ വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാകാൻ പോകുന്നത്? യെസ്, ഒന്ന് പറയൂ. ഓക്കെ. അപ്പം അത് ആദ്യം പറഞ്ഞത് ഇതാണ്, അതായത് തൃശ്ശൂരിൻ്റെ മുൻ MLAയുടെയും അതുപോലെ നിലവിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ്റെയും സനാതന വിരുദ്ധത അതവരെ പ്രകടമാക്കിയിട്ടുണ്ട്. അതിലെന്താണ് നിലപാട്? മുൻ MLA P. ബാലചന്ദ്രൻ ഇട്ട ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബാലചന്ദ്രൻ തന്നെ തിരുത്തുകയും അദ്ദേഹം ആ കാര്യത്തിൽ മാപ്പ് പറയുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടല്ല എന്ന് വളരെ കൃത്യമായും പാർട്ടി ജില്ലാ കൗൺസിൽ തന്നെ ഈ കാര്യത്തിൽ തീരുമാനം അല്ല, നിങ്ങളോട് നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞു എന്നല്ല, അദ്ദേഹം ഫേസ്ബുക്കിലൂടെ എനിക്കത് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് തന്നെ അദ്ദേഹത്തോട് പറയും. അദ്ദേഹം അത് പൊതുജനങ്ങളുടെ മുമ്പിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആലങ്കോട് ലീലാകൃഷ്ണനെ ഒന്നും വിലയിരുത്താൻ നിങ്ങൾ ആരുമായിട്ടില്ല. അദ്ദേഹത്തെ പോലെ ഈ കേരളം മുഴുവൻ ഈ എന്താണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ പറയട്ടെ നിങ്ങളായിട്ടില്ല എന്ന് പറഞ്ഞത് അല്ല, പറയട്ടെ. ഈ കേരളം മുഴുവൻ അത് ഈ വരുന്ന ജനങ്ങൾ തീരുമാനിക്കുന്ന കോർപ്പറേഷനില് ജനങ്ങൾ തീരുമാനിച്ചാണ് അവരുടെ സ്ഥിതി മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഈ വരുന്ന നമുക്ക് ഒരു മാസം കോർപ്പറേഷനില് കഴിഞ്ഞ പ്രാവശ്യം 17,000 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞ BJPക്ക് ഈ കോർപ്പറേഷനിൽ ഇപ്പൊ എത്ര വോട്ട് കിട്ടി? അതിന്റെ മുകളിലാണല്ലോ നിങ്ങൾ ജയിക്കുന്നു പറഞ്ഞ്. എത്ര വോട്ട് കിട്ടി നിങ്ങളൊന്ന് പറയൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ കുറഞ്ഞ വോട്ടല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ? അവനാന്റെ കാല് മണ്ണിന്റെ അടി പൂത്തി വെച്ചിട്ട് മന്ദാന്ന് വിളിക്കണ പോലെയാണ് ഇപ്പൊ സാറ് പറയുന്നത്. എന്താ ഒരു കാര്യം പറയും, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോ BJPയേക്കാൾ മുകളിലാണ് വോട്ടിംഗ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം 17,000 വോട്ട് ഞങ്ങൾക്ക് ലീഡ് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജയിക്കുന്നു. ലോക്സഭയിലായിരുന്നു, അത് കഴിഞ്ഞ് ആലങ്കോട് കേരളം മുഴുവൻ ആദരിക്കുന്ന ഏറ്റവും അനുയോജ്യനായ ഒരു സാംസ്കാരിക നായകനാണ്. മലപ്പുറത്തോ തൃശ്ശൂരിനാരുമില്ലേ? ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്തല്ല, ബാംഗ്ലൂരുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഇവിടുന്ന് പറയുന്നത് കാര്യം പറയേ. ഈ തൃശ്ശൂരിന്റെ സാംസ്കാരിക നഗരിയില് സ്പന്ദനം പോലും അറിയാത്ത ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയതിന്റെ കാരണം നേരത്തെ പറഞ്ഞ MLAയുടെ പരാജയം തന്നെയാ. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തില്ലാപ്പിലെ തോറ്റുപോയി, അതിന് ജാള്യത മറക്കണ്ട. നിങ്ങൾ മാറി നിന്നേക്ക്. വേറെ വഴിയിലൂടെ പത്മേജി ഏറ്റവും മികച്ച ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഈ സാംസ്കാരിക നഗരിക്ക് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ച വിജയം സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ വോട്ടിന്റെ എണ്ണം, ഇവിടുത്തെ MP BJP അല്ലേ? സാറിന് അറിയില്ലേ? അല്ല ഇനി വേറെ വല്ല തെരുവ് നായ്ക്കളോ വേറെ സാധാരണ വോട്ടവകാശമുള്ള ജനാധിപത്യ രീതിയില് സാധാരണക്കാരെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കിയിട്ടല്ലേ ഇവിടെ പിന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്താ സഖാവിന് ഇത്ര വിഷമം? അല്ല വോട്ടിന്റെ സ്ഥിതി പറഞ്ഞല്ലോ, അല്ലല്ല വോട്ടിന്റെ സ്ഥിതി പറഞ്ഞല്ലോ. കാത്തിരിക്കോ,
2 മാസം കൂടി ഇപ്പോൾ സഖാവ് ഞങ്ങൾക്ക് 17,000 കിട്ടും കാത്തിരിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ആ 17,000ത്തിന്റെ കഥയൊക്കെ പോയി, അതൊക്കെ മാഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും പറയുന്നുണ്ടോ? ഒരു കഥ പറയല്ലേ, കഥയല്ലാതെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കാണ്, കഥയല്ല. എത്ര വോട്ട് പറയും? കണക്കുകൾ 17,000 വോട്ട് സംസാരിക്കട്ടെ. ഭൂരിപക്ഷം എന്നുള്ള കണക്കാണ്. ആ കണക്ക് തൃശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് അതൊക്കെ 17,000 പോയി വോട്ട് ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കണക്കാണ്, അതൊക്കെ കഥയല്ല. പോയി. അതൊരു കണക്ക് മാത്രമാവും ഇനി. തട്ടിക്കിഴിക്കല്ലേ. ഇനി കേവലം ഒരു നമ്പർ മാത്രമാവും. ഫിഗേഴ്സ്. 17,000. യെസ്, അടുത്ത ചോദ്യം.